സന്തോഷിക്കേണ്ടവർ സന്തോഷിച്ചോളൂ, ആഘോഷിക്കേണ്ടവർ ആഘോഷിച്ചോളൂ. കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഭാര്യയുടെ താലിയും ആഭരണങ്ങളും പണയം വെച്ച് ഇന്ത്യയുടെ യുവനിരയെ ലോകകപ്പ് വിജയിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ അവതരിച്ച വീരപുരുഷനായിട്ടുള്ള രഞ്ജിത്ത് ബജാജിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചാക്കി കഴിഞ്ഞാൽ കിരീടങ്ങൾ ധാരധാരയായിട്ട് ഇങ്ങോട്ട് ഒഴുകുന്നു. ഏതായാലും അണ്ടർ-15 ടീമിന്റെ കോച്ചായിട്ട് രഞ്ജിത്ത് ബജാജിനെ നിയമിക്കാനുള്ള തീരുമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പം അണ്ടർ-15 ടീമിന്റെ കോച്ചായിട്ട് രഞ്ജിത്ത് ബജാജിനെ നിയമിച്ചു കഴിഞ്ഞാൽ പുള്ളി അണ്ടർ-15 ടീമിനെയും കൊണ്ടുപോയി ബ്രസീലിനെ പരാജയപ്പെടുത്തി ലോകകപ്പൊക്കെ വിജയിച്ചല്ലോ. അപ്പം നമുക്കും ലോകകപ്പ് വിജയിക്കാം എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഏതായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുള്ളിയെ നിയമിക്കുന്നതിനോട് അനുകൂല നിലപാടെടുത്തു കഴിഞ്ഞ് ഇനി ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ രഞ്ജിത്ത് ബജാജ് തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. കാരണം അങ്ങനെ പുള്ളി കോച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുള്ളി എക്സ്പോസ്ഡ് ആവും. കാരണം പുള്ളി എങ്ങനെയാണ് ഈ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയതെന്ന് പുള്ളിയുടെ പരമ്പരാഗത പ്രവൃത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അണ്ണൻ്റെ മഹത്തായ ബിയർ സ്റ്റണ്ട്, പിന്നെ ഏജ് ഫ്രോഡ് പരിപാടി. അപ്പം ചില ടൂർണമെൻറ്റുകളിൽ കുറച്ച് പിള്ളേരെ വെച്ച് പരാജയപ്പെടുത്തി കപ്പടിച്ചിട്ട് അതിന് വലിയ PR സംഭവം കൊടുത്തിട്ട് പുള്ളിക്ക് സ്തുതിപാഠകരായിട്ട് ഒരുപാട് PR ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ വഴി അണ്ണൻ വലിയൊരു ഓറ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓറ തകരുകയോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. ഏതായാലും അണ്ടർ-15 ടീമിൻ്റെ കോച്ച് ആവാനുള്ള അണ്ണൻ്റെ താല്പര്യത്തിനോട് അനുകൂല നിലപാട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തല്ലോ. ഇനി പുള്ളി കോച്ചായി കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആവും. പുള്ളിയെ നിയമിക്കുന്നതിന് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി രഞ്ജിത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. ബോള് ബജാജിൻ്റെ കോട്ടിലാണ്. അപ്പോൾ അറിയാം.